ചിതയിലെ കനലിന് മുകളിൽ റേറ്റിംഗിന്റെ എണ്ണമറ്റ ചായ തിളപ്പിക്കുന്ന ഓൺലൈൻ ചെന്നായ്ക്കളെ, എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ടവന്റെ വേർപാടിൽ കരളുരുകി നിൽക്കുന്ന ഒരു മകന്റെ കണ്ണീരിൽ നിങ്ങളുടെ മൊബൈൽ ഫോണും ക്യാമറയും ചാർജ് ചെയ്യുമ്പോൾ ഒന്ന് ചോദിക്കട്ടെ, ഈ ഒരു കാര്യം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തനം തന്നെയാണോ, അതോ മനുഷ്യത്വം പണയം വെച്ചുള്ള കച്ചവടമാണോ? മരണം പോലും നിങ്ങൾക്ക് വെറും ഒരു ക്ലിക്ക് ബൈറ്റ് തംബ്നെയിലിൽ മാത്രമായിട്ട് മാറിയെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യൻ എന്നെ ചത്തുപോയിരിക്കുന്നു. കാരണം അത്രയേറെ ലജ്ജ തോന്നുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത്. അന്ത്യകർമ്മങ്ങൾ പോലും സ്വസ്ഥതയോടെ ചെയ്യാൻ അനുവദിക്കാതെ ശവമഞ്ചത്തിന് മുന്നിൽ വന്ന് മൈക്കും നീട്ടി ഇപ്പോൾ എന്തു തോന്നുന്നു എന്ന് ചോദിക്കുന്ന പല മാധ്യമങ്ങളും ഉണ്ട്. അത് എങ്ങനെയാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നത്? എത്ര ധൈര്യമാണ് നിങ്ങൾക്കുള്ളത്? ദുഃഖം കൊണ്ട് തൊണ്ടയിടറി നിൽക്കുന്ന ഒരു മകന്റെ അരികിലേക്ക് ക്യാമറയുടെ ലെൻസുകൾ തുറച്ചു വെക്കുമ്പോൾ നിങ്ങളിലെ മാധ്യമ പ്രവർത്തകനല്ല, പകരം ഒരു കൊടും ക്രൂരനെയാണ് അവിടെ പുറത്തു ചാടുന്നത്. ക്യാമറ ചലിപ്പിക്കാൻ കൈകൾ മാത്രം പോരാ, അതിന് പിന്നിൽ അല്പം ഉളുപ്പും വിവേകവും കൂടി ഉണ്ടായിരിക്കും. എന്നാൽ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഈ പറയുന്ന മരണ വീട്ടിലും അല്ലെങ്കിൽ വിവാഹ ചടങ്ങുകളിലും അവരുടെയൊക്കെ സ്വകാര്യ കാര്യങ്ങളിലും അല്ലെങ്കിൽ സ്വകാര്യ ഇടങ്ങളിൽ പോയി ഈ ക്യാമറയും കുത്തിപ്പിടിച്ച് നിൽക്കുന്നതല്ല മാധ്യമ പ്രവർത്തനം. കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളുടെ അതിരുകടന്ന പെരുമാറ്റത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉയർന്നു വരേണ്ട സമയം അതിക്രമിച്ച് ഇരിക്കുകയാണ്. അന്തരിച്ച നടൻ സലീം കുമാറിന്റെ വസതിയിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടിയ അനാദരവ് കേരള സമൂഹത്തിന് തന്നെ അപമാനമാണ്. അതായത് ഇത്തരം കൂട്ടങ്ങളോട് കർശനമായിട്ടുള്ള ഭാഷയിൽ ഇറങ്ങിപ്പോകാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ തയ്യാറായ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അതായത് സ്വന്തം പിതാവിന്റെ വേർപാടിൽ ഉരുകി നിൽക്കുന്ന ഒരു മകന് അന്ത്യകർമ്മങ്ങൾ പോലും സ്വസ്ഥതയോടെ ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഓൺലൈൻ വെട്ടിക്കിളി കൂട്ടങ്ങളുടെ കടന്നുകയറ്റം അങ്ങേയറ്റം ലജ്ജിപ്പിക്കുന്നതാണ്. അന്തരിച്ച നടൻ സലീം കുമാറിന്റെ വീട്ടിൽ കണ്ടത് മാധ്യമ പ്രവർത്തനമല്ല, മറിച്ച് മനുഷ്യത്വരഹിതമായിട്ടുള്ള വെറും വ്യൂസ് വേട്ട മാത്രമാണ്. അത്തരം നീക്കങ്ങളിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നത്? അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിന്റെ വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ വരുന്ന സെലിബ്രിറ്റികളുടെ വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ വികാര നിർഭരരായിട്ടുള്ള അങ്ങനെയാണ് അവിടെ ആളുകൾ വരുന്നത്. പലരും നിലവിളിച്ച് കരയുന്നു, പലരും ആകെ വിഷമത്തോടെ ഇരിക്കുന്നു. അവരുടെയൊക്കെ ക്ലോസപ്പിന് വേണ്ടിയിട്ട് അടികൂടുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ, ഈ നിങ്ങളെ മാധ്യമ പ്രവർത്തകർ എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ത് ധൈര്യത്തിലാണ് എന്നുള്ളതാണ്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ഉള്ളുകുട്ടി ചന്തുവിന് ചോദിക്കേണ്ടി വന്നൊരു സാഹചര്യം ഏതൊരു മനുഷ്യനെയും വേദനിപ്പിക്കുന്നതാണ്. സുപ്രിയ മേനോൻ പറഞ്ഞതുപോലെ ഇതൊരു തരത്തിലുള്ള ഒരു കഴുകൻ സംസ്കാരമാണ്. അതായത് ഒരു കുടുംബത്തിന്റെ കണ്ണീരിൽ നിന്ന് പോലും ക്ലോസപ്പ് ദൃശ്യങ്ങൾ പകർത്തി തത്സമയം കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് പുച്ഛം മാത്രമാണ്. കാരണം ഇതൊന്നും മാധ്യമ പ്രവർത്തനം അല്ല. സംവിധായകൻ ലാൽ ജോസ് ഒക്കെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അതായത് ഒരു മൊബൈൽ ഫോണുമായിട്ട് ആർക്കും എവിടെയും കയറി ചെല്ലാം അവസ്ഥയ്ക്ക് ഇവിടെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് ഇവിടെ നിയമപരമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടായേ തീരൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഞാൻ ഇതിപ്പോൾ പറഞ്ഞുകൊണ്ട് നാളെ തൊട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്നെ അറ്റാക്ക് ചെയ്യും. കാരണം ഭയമാണ്. പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്തരം രീതികളിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് കടന്നു കയറി ചെല്ലാൻ കഴിയുക? അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തിന് ഒരു തീരുമാനമെടുത്തേ മതിയാവും. കാരണം ഇത്തരം കടന്നു കയറ്റം എന്ന് പറയുന്നത് ഒരു ജീവന്റെ വില പോലും കൽപ്പിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസ് കൽപ്പിക്കാതെ ഇങ്ങനെ ക്യാമറയും തൂക്കി സ്വന്തം അക്കൗണ്ട് റീച്ച് ആവുന്നതിനും പൈസ വരുന്നതിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രെൻഡിങ് എത്താൻ വേണ്ടിയിട്ടും 1 മില്യനും 2 മില്യനും അടിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഓടി നടക്കുന്ന ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളോട് അല്ലെങ്കിൽ ആ മാധ്യമങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ളൊരു നിയന്ത്രണം കൊണ്ടുവന്നേ പറ്റൂ. ഒരു മരണ വീട്ടിൽ ചെന്ന് ഇത്തരം വൃത്തികെട്ട മത്സര ബുദ്ധി കാണിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളോട് ജനങ്ങൾ പ്രതികരിക്കേണ്ട സമയമാണ്. അത് അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ചന്തുവിന്റെ ആ ഒരു ചോദ്യം വളരെ ന്യായമാണ്. ആ സാഹചര്യത്തിൽ ഉള്ളുവിങ്ങി നിൽക്കുന്ന ഏതൊരു മകനും അങ്ങനെ തന്നെ പ്രതികരിക്കും. അവിടെ ഉണ്ടായിരുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ അതിരുകടന്ന പെരുമാറ്റം കൊണ്ട് സഹികെട്ടാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പോലും അതീവ പ്രകോപിതനായിട്ട് അവിടെ നിന്ന് ഇടപെടേണ്ടി വന്നത്. അതായത് എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, ഇവിടെ നിന്ന് ഇറങ്ങി പോകണം, ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന ക്ഷോഭത്തോടെ ആ മാധ്യമങ്ങളോട് ഈ പറയുന്ന രീതിയിലേക്കാണ് അദ്ദേഹം പ്രതികരിച്ചത്. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്ക് വേണ്ടി സ്വന്തം അന്തസ്സും മാനവികതയും പണയം വെക്കുന്ന ഓൺലൈൻ ചാനലുകൾക്ക് ഇതൊരു കനത്ത പ്രഹരമാണ്. അതായത് ഒരു മരണവീടിന്റെ പവിത്രതയോ ദുഃഖിക്കുന്ന കുടുംബത്തിന്റെ സ്വകാര്യതയോ മാനിക്കാതെ ഇത്തരം വ്യൂസ് ഭ്രാന്തന്മാർക്ക് നല്ലൊരു മറുപടിയാണ് മകൻ ചന്തുവും വി.ഡി. സതീശനും നൽകിയത്. കാരണം ഈ ഒരു ഒറ്റ മറുപടി കൊണ്ട് ഇനിയെങ്കിലും ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ
മാധ്യമങ്ങൾ ചെയ്യാതിരിക്കട്ടെ എന്നാണ്. ഒരു മൊബൈൽ ഫോണും മൈക്കും കയ്യിലുണ്ടെങ്കിൽ ആരുടെയും കിടപ്പറയിലേക്കും മരണ വീട്ടിലേക്കും ഇരച്ചു കയറാമെന്നത് നിങ്ങളുടെ വെറും അഹങ്കാരമാണ്. സലീം കുമാറിന്റെ വിയോഗത്തിൽ തകർന്നിരിക്കുന്ന കുടുംബത്തെ വളഞ്ഞു നിന്ന് ശ്വാസം മുട്ടിപ്പിച്ചപ്പോൾ അവർക്ക് പ്രതികരിക്കേണ്ടി വന്നത് അവരുടെ തെറ്റല്ല. കാരണം നിങ്ങളുടെ ഈ സംസ്കാര ശൂന്യതയുടെ സ്വാഭാവിക തിരിച്ചടിയാണ്. അന്യന്റെ സ്വകാര്യതയിലേക്ക് അതിക്രമിച്ചു കയറാൻ നിങ്ങൾക്ക് ആരാണ് ഈ ലൈസൻസ് തന്നത്? യൂട്യൂബിന്റെ ട്രെൻഡിങ് ലിസ്റ്റിൽ ഒന്നാമതെത്താൻ ആരുടെയെങ്കിലും നെഞ്ചുപൊട്ടിയുള്ള നിലവിളി തന്നെ വേണമെന്നുണ്ടോ? എന്തെല്ലാം കാര്യങ്ങളുണ്ട്. വ്യൂസ് കൂടിയാൽ അക്കൗണ്ടിലേക്ക് വലിഞ്ഞു കയറുന്ന പണത്തിന് ചോരയുടെയും കണ്ണീരിന്റെയും മണമുണ്ട് എന്നത് ഓർക്കുന്നത് നല്ലതാണ്. വാർത്തകളുടെ സത്യാവസ്ഥയോ ധാർമ്മികതയോ നിങ്ങൾക്ക് പ്രശ്നമല്ലായിരിക്കാം. പക്ഷേ എന്നാൽ സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ വെറും ഓൺലൈൻ വെട്ടിക്കിളികൾ മാത്രമാണെന്ന് നിങ്ങൾ ഓർക്കണം. സാങ്കേതിക വിദ്യ വളർന്നപ്പോൾ വിവരം വെക്കുന്നതിന് പകരം വിവേകം നഷ്ടപ്പെട്ട ഒരു കൂട്ടമായിട്ട് നിങ്ങൾ മാറിയിരിക്കുകയാണ്. മാധ്യമ സ്വാതന്ത്ര്യം എന്നത് മറ്റൊരാളുടെ മൂക്കിൻ തുമ്പിൽ അവസാനിക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആരുടെയും മരണ വീട് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് കൂട്ടാനുള്ള ഒരു വേദിയല്ല. ഒരു കല്യാണ വീടായാലും അതല്ല. ഒരു മനുഷ്യന് അവന്റെ അവസാന യാത്രയെങ്കിലും അന്തസ്സോടെയും സ്വസ്ഥതയോടെയും പൂർത്തിയാക്കാൻ അനുവദിക്കണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഈ മരണ വീട് മാത്രമല്ല, പല സെലിബ്രിറ്റികളുടെയും കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പലർക്കും വരാൻ കഴിയാത്ത രീതിയിലാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അവരെ വളയുന്നത്. അതായത് അവർ നടന്നു പോകുമ്പോൾ അതേ സ്പീഡിന് അവരുടെ അടുത്തേക്ക് ക്യാമറയും കൊണ്ട് പോവുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ക്യാമറ അങ്ങോട്ടേക്ക് അടുപ്പിക്കുകയാണ്. കയറുമ്പോൾ കാറിനകത്തേക്ക് ഈ മൊബൈൽ ക്യാമറകൾ വെക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഇതിനുള്ള അധികാരം നിങ്ങൾക്ക് ആരാണ് തന്നത്? എന്തായാലും പൂട്ട് വീഴും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കരുതി വെച്ചു, നല്ലൊരു തീരുമാനം വരുന്നുണ്ട്. എന്നാലും നിങ്ങളെയൊക്കെ ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുകയാണ്. കാരണം ഞാനും ഒരു മാധ്യമ പ്രവർത്തകയാണ്. ഇത്തരം കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണോ മാധ്യമ പ്രവർത്തനം, ഇതൊക്കെയാണോ ചെയ്യേണ്ടത് എന്ന് പോലും തോന്നിപ്പോകും. കാരണം 500-100 രൂപയൊക്കെ കൊടുത്തിട്ട് ഒരു ക്യാമറാമാനെ അങ്ങ് പറഞ്ഞു വിടും, അല്ലെങ്കിൽ ഒരു റെന്റിന് ഒരു ക്യാമറാമാനെ എടുത്തിട്ട് അങ്ങ് പറഞ്ഞു വിടും. ഫുഡും കൊടുക്കും, സ്റ്റേയും കൊടുക്കും. അങ്ങനെ വിഷ്വൽ കിട്ടിയാൽ മാത്രം മതി. പക്ഷെ എന്താണ് നിങ്ങൾ ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇങ്ങനെയൊക്കെ വ്യൂസ് കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഒരാളെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ ഒരാൾ അങ്ങേയറ്റം തളർന്ന് കരഞ്ഞ് അയാൾ ആ ഒരു വേദനയിൽ നിൽക്കുമ്പോൾ അയാളുടെ ക്ലോസപ്പ് അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകളെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവിടെ നിങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വിഷ്വൽ എന്ന് പറയുന്നത് എത്രത്തോളം ഒരു ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന് വിഷ്വൽ എടുക്കാം, എല്ലാ മാധ്യമങ്ങളും എടുക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും അവരെ ബുദ്ധിമുട്ടിച്ചിട്ടാകരുത്, അവരുടെ മുന്നിൽ മൈക്കും കൊണ്ടുപോയിട്ടാകരുത്. എന്തായാലും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ട സങ്കടത്തിൽ തകർന്നു നിൽക്കുന്ന ഒരു മകന് സ്വന്തം പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ പോലും സ്വസ്ഥതയോടെ ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിലുള്ള നിങ്ങളുടെ ഈ ഒരു ഓൺലൈൻ അഴിഞ്ഞാട്ടം കണ്ടിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊന്നും ഒട്ടും ബോധമില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മനുഷ്യത്വം എന്നൊരു സാധനവും ഉള്ളി ബാക്കിയുണ്ടോ? ഒരു കാര്യം നന്നായിട്ട് ഓർത്തു വെച്ചോ, ആരുടെയും ചിതയിലെ കനലിൽ ചായ തിളപ്പിക്കുന്ന നിങ്ങളുടെ ഈ ഒരു ഓൺലൈൻ ഗുണ്ടായിസം എന്ന് പറയുന്നത് തല്ലിക്കെടുത്താൻ ചന്തുവിനെ പോലുള്ള പ്രതികരിക്കുന്ന ആൺകുട്ടികൾ ഇനിയും മുന്നോട്ട് വരും. ഈ ഒരു കഴുകൻ സംസ്കാരം മലയാള മണ്ണിൽ ഇനി വില പോകില്ല എന്നത് ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തീരുമാനം ഇതിനുണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു സംഭവത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇടപെട്ടിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കേരള പോലീസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ ജനങ്ങളും സർക്കാരും എല്ലാവരും ഒരേപോലെ പ്രതികരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.